കട്ട് വർക്ക് സാരിയാണ്. ബോർഡർ ഫുൾ ആയിട്ട് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ഒരു വൈറ്റ് ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും അതിൽ കൂടെ ഒരു ഹണികോം പാറ്റേണിലെ കട്ട് വർക്കിലായിരിക്കും ബോർഡേഴ്സ് വരുന്ന സാരിക്ക്. ആ ഒരു ബോർഡറിൽ വരുന്ന എംബ്രോയിഡറി വർക്കിന് തന്നെ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പിങ്ക് ആണ്, ഒരു ഡാർക്ക് പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിൽ ഡബിൾ സൈഡിലും ആ ഒരു കട്ട് വർക്ക് ബോർഡർ തന്നെ ആയിരിക്കും ഫുൾ ബോഡി വരിക. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും സാരിയുടെ ബോഡിയിൽ വരുന്നത്. ബോർഡർ വരുന്ന കട്ട് വർക്കിലായിരിക്കും ഫുൾ സാരി. സെയിം സ്റ്റൈലിൽ തന്നെ അതേ കട്ട് വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിൽ വരികയാണ്. ഇതായിരിക്കും പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ്. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ സോഫ്റ്റ് ഒരു സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ടീൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ. അതിലും സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. വൈറ്റ് റെഡ് ആൻഡ് ടീൽ ഗ്രീനിലായിരിക്കും ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഡബിൾ സൈഡിൽ കട്ട് വർക്ക് ബോർഡർ ഈ ഒരു പാറ്റേണിലായിരിക്കും കട്ട് വർക്ക് വരുന്നത്. സെയിം സ്റ്റൈൽ പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു കോറൽ പീച്ച് ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ പാറ്റേൺ എല്ലാം എല്ലാ സാരീസും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. ഓൾമോസ്റ്റ് ലുക്ക് എല്ലാം സെയിം തന്നെ ആയിരിക്കും വരിക. ആ ഒരു ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ഡബിൾ സൈഡിലും കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും ബോർഡർ വരുന്നത്. സെയിം പാറ്റേൺ മുന്താണി പ്ലെയിൻ ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു ലൈലാക്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ലൈലാക്കിലും സെയിം സ്റ്റൈൽ കട്ട് വർക്ക് ബോർഡർ വിത്ത് പല്ലു. നെക്സ്റ്റ് കട്ട് വർക്ക് സാരി വരുന്നത് നല്ല ഡീപ്പസ്റ്റ് മെറൂൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിലും അതേ സ്റ്റൈലിൽ തന്നെ വൈറ്റ് ത്രെഡ് ആൻഡ് സെൽഫ് ത്രെഡ് വെച്ചിട്ടായിരിക്കും എല്ലാ സാരിയിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. വളരെ കുട്ടി കുട്ടി മോട്ടീവ്സ് ആണ് വരുന്നത് ബോഡി കംപ്ലീറ്റ് ആയിട്ട്. അത് കൂടാതെ കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും ഡബിൾ സൈഡ് ബോർഡർ. മുന്താണി എല്ലാം കട്ട് വർക്കിൽ തന്നെ വരും. ബ്ലൗസ് എല്ലാ സാരീസിനും സെൽഫ് കളറിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് കളർ ഒരു ഐവറി ബ്ലെൻഡഡ് ബേജ് ആണ്. ഐവറി ടോണും ബേജും കൂടിയുള്ള ബ്ലെൻഡഡ് ടോണിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. ഇതിലും വൈറ്റ് ആൻഡ് ഐവറി ബേജിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ്. ഡബിൾ സൈഡ് കട്ട് വർക്ക് ബോർഡർ. മുന്താണി സെയിം സ്റ്റൈൽ കട്ട് വർക്ക് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. വളരെ ഒരു സ്ലൈറ്റ് വേരിയേഷൻ ആയിരിക്കും ഈ ഒരു കളർ വരുന്നത് കേട്ടോ. ഇത് വരുന്നത് ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ്. ഇതിന് മുൻപത്തെ സാരി ഐവറി ബ്ലെൻഡഡ് ബേജ് ആയിരുന്നു. ഇത് ഒരു ടോൺ ഡാർക്കർ ആയിട്ട് ചിക്കുവിലാണ് ഒരു ബേജ് ബ്ലെൻഡഡ് ആയിട്ട് നല്ലൊരു ടോണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും. വൈറ്റ് റെഡ് ആൻഡ് ഒരു ചിക്കുവിലായിരിക്കും എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത്. നല്ല ഫൈൻ ഫിനിഷിലാണ് എല്ലാ സാരിയിലും ആ ഒരു കട്ട് വർക്ക് ഒരു ബോർഡർ വരുന്നത് ഈ ഒരു ലുക്കിലായിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ലാവൻഡർ പിങ്ക് ആണ്. ബേബി പിങ്കും ലാവൻഡറും കൂടിയുള്ള ബ്ലെൻഡഡ് ആണ് സാരിയുടെ ടോൺ. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ വൈറ്റ് റെഡ് ആൻഡ് സെൽഫ് കളറിലായിരിക്കും ഫുൾ ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ആ ഒരു ടോണിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ഈ ഒരു വൈറ്റ് ത്രെഡ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് ഷോർട്ടിലും നമുക്കൊരു പേൾ വർക്കിന്റെ ഫിനിഷ് ആണ് ഒരു കട്ട് വർക്കിന്റെ ഹണികോം കട്ട് വർക്ക് വന്നിട്ട് ആ ഒരു വൈറ്റ് ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും എല്ലാ സാരിക്കും ബോർഡർ വരുന്നത്. ഈ സാരീസ് എല്ലാം നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരീസ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. റണ്ണിങ് പല്ലു ഫുൾ ആ ഒരു കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും എല്ലാ സാരിയുടെയും മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ഡാർക്ക് പേർപ്പിൾ നെക്സ്റ്റ് കളർ. സെയിം സ്റ്റൈൽ തന്നെ ഡബിൾ സൈഡ് കട്ട് വർക്ക് ബോർഡർ, മുന്താണി കട്ട് വർക്ക്, ഫുൾ ബോഡി ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ്, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ മെഹന്തി ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫുൾ എംബ്രോയിഡറി വർക്ക്, കട്ട് വർക്ക് ബോർഡർ വിത്ത് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ടർക്കോയിസ് ബ്ലൂ ആണ് സാരിയുടെ ടോൺ. ടർക്കോയിസ് ബ്ലൂ വിത്ത് വൈറ്റ് ആണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. സെയിം കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും കട്ട് വർക്ക് ബോർഡർ, മുന്താണി ഫുൾ കട്ട് വർക്ക്, റണ്ണിങ് ബ്ലൗസ്, പ്ലെയിൻ. സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ടോണിലായിരിക്കും. സെയിം വർക്ക് തന്നെയാണ്. ബോഡിയിൽ ഫുൾ ആ ഒരു സ്മോൾ മോട്ടീവ്സ് വന്നിട്ട് ഡബിൾ സൈഡ് കട്ട് വർക്ക്, പല്ലു കട്ട് വർക്ക് ആൻഡ് ബ്ലൗസ് പ്ലെയിൻ. നെക്സ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ടോൺ. സെയിം സ്റ്റൈലിൽ തന്നെ ഓഫ് വൈറ്റ് വിത്ത് ബേബി പിങ്കിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ്, കട്ട് വർക്ക് ബോർഡർ വിത്ത് പല്ലു. നല്ല ഡിഫറെന്റ് കളർ പാലറ്റ്സിലായിരുന്നു കട്ട് വർക്ക് സാരീസ് വന്നത്. എല്ലാ സാരീസും ഫാബ്രിക് സെയിം തന്നെ. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് മൈൽഡ് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാം, ഒരു വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാരീസ് വന്നത്. ഉടുക്കാനും വളരെ കംഫർട്ടബിൾ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഇത് ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ ഹണി ബ്രൗൺ ആണ് സാരിയുടെ കളർ. ഇതിൽ വൈറ്റ് റെഡ് ആൻഡ് ഹണി ബ്രൗണിലായിരിക്കും ഫുൾ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് കട്ട് വർക്ക് ബോർഡർ, മുന്താണി വരുന്നത് ഫുൾ കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും. എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്.